നമ്മൾ ഇന്ന് കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടി 27 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പൂർവ്വകാലത്ത് മറഞ്ഞു കിടന്ന മർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെവലേഷനാണ്. കാരണം പൂർവ്വകാലങ്ങളിൽ ആ നീതിയെക്കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് ദൈവത്തിന്റെ പദ്ധതി എന്നുള്ളത് മറഞ്ഞു കിടക്കുകയായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിലൂടെയാണ് ആ നീതി വെളിയിൽ വരുന്നത്. അതായത് ക്രിസ്തു വന്ന ആ ക്രിസ്തുവിന്റെ വെളിപ്പാടിലൂടെയാണ് എന്താണ് ഈ പഴയ നിയമത്തിലെ ഭക്തന്മാരെ നീതീകരിച്ച് എന്താണ് എന്നുള്ള വിഷയം വെളിയിൽ വരുന്നത്. ആ മർമ്മത്തെ വെളിപ്പെടുത്താനുള്ള അധികാരമാണ് അപ്പോസ്തലന്മാർക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കൊളോസ്യ ലേഖനം 27-ാം വാക്യമാണ്, ഇടയിൽ ഈ മർമ്മത്തിന്റെ ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അതും കൂടെ ചേർത്ത് നമ്മൾ വായിക്കാം. 28-ാം വാക്യം, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും. അപ്പോൾ യേശു ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ തികഞ്ഞവനായി നിർത്തുന്നത് വരെയാണ് ഈ മർമ്മത്തിന്റെ പ്രസംഗം നടക്കുന്നത്. അതായത് ഒരു മനുഷ്യനെ കുറിച്ചുള്ള ദൈവികമായ ലക്ഷ്യം, അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനെയും തികഞ്ഞവനായി നിർത്തുക എന്നുള്ളതാണ് ക്രിസ്തുവിൽ. അപ്പോൾ ക്രിസ്തു എന്ന മർമ്മം നമ്മിൽ വസിക്കുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ക്രിസ്തു എന്ന മർമ്മം നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് ഏത് മനുഷ്യനും ആരുടെ എല്ലാം ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ അവരെല്ലാവരും ക്രിസ്തുവിൽ തികഞ്ഞവരായ ദൈവത്തിന് മുമ്പിൽ നിൽക്കും എന്നുള്ളതാണ് ആ മാർമികമായ രഹസ്യം. അപ്പോൾ ഇത് പഴയ നിയമത്തിൽ പഴയ കാലങ്ങളിൽ ഇതെല്ലാം ഹിഡൻ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് പഴയ നിയമത്തിലുള്ള വിശ്വാസികൾക്കും നമുക്കും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം പഴയ നിയമ വിശ്വാസികൾക്ക് ഈ മർമ്മം വെളിപ്പെട്ടിരുന്നില്ല, എന്നാൽ അവരതിനെ അനുഗമിച്ചിരുന്നു. നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ലേഖനമാണ് എബ്രായ ലേഖനം 11 എന്ന് പറയുന്നത്. 11-ന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നവർ ദൂരെ നിന്നത് കണ്ട് അഭിനന്ദിച്ചു, അവരൊരിക്കലും അത് പ്രാപിക്കാതെ തന്നെ അതിനെ അനുഗമിച്ചു. അവർ ഈ ലോകത്ത് പരദേശികളെ പോലെ ആയിത്തീർന്നു. കാരണം ക്രിസ്തുവിന്റെ ധനം അവർക്ക് ലഭിക്കുന്ന ആ ഒരു മർമ്മം അവരുടെ ഉള്ളിൽ വർക്ക് ചെയ്തിരുന്നു, മാർമികമായി അത് വർക്ക് ചെയ്തിരുന്നു. അത് അവരെന്താണെന്ന് അവർക്ക് വെളിപ്പെടാതെ തന്നെയാണ് അങ്ങനെ വർക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിൽ നമ്മൾ തികഞ്ഞവരായി നിൽക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ മഹിമാധനമാണ്, ദൈവത്തിന്റെ മഹിമാധനം. ഈ ദൈവത്തിന്റെ മഹിമാധനത്തിലൂടെയാണ് നമ്മൾ ക്രിസ്തുവിന്, അല്ല വേറൊരു മാനുഷികമായ പ്രവൃത്തിയിലൂടെയുമല്ല, ക്രിസ്തു നമ്മൾ വസിക്കുന്നതുകൊണ്ടോ അവന്റെ ധനം നമുക്ക് വിനിയോഗം ചെയ്യുന്നത് കൊണ്ടാണ് ആ മഹത്വത്തിന്റെ ധനം. ഈ മഹത്വത്തിന്റെ ധനം എന്ന് പറയുന്നതിനകത്ത് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? അതിനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഈ ലോകത്തുണ്ടാകുന്ന ധനം ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ ധനമല്ല. ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ ധനമല്ല. ആണോ? അല്ല. അത് ഈ ലോകത്തുണ്ടാകുന്ന ധനം എന്ന് പറയുന്നത് മാനുഷികമാണ്, ലോകപരമാണ്. എന്നാൽ അവന്റെ മഹിമാധനം എന്ന് പറയുമ്പം അതിന്റെ അർത്ഥം എന്താണ്? അവന്റെ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ഇപ്പം നമ്മളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുന്ന ഒരു ധനമാണ്, ഒരു മഹിമാധനമാണ്. ആ മഹിമാധനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മഹിമാധനം. ഈ ക്രിസ്തുവിന്റെ മഹിമാധനമാണ് നമ്മളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുന്നത്. എന്ന് പറഞ്ഞാൽ അത് ലോകത്തിൽ നിന്ന് വരുന്ന ഒരു ധനവുമല്ല, ആത്മാവ് നമുക്ക് തരുന്ന ധനമാണ്. ഈ ആത്മാവ് തരുന്ന ധനമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരാക്കി മാറ്റുന്നത്. അതാണ് ഈ മാർമികമായ നീതിയുടെ നിറവേറൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ റൈച്ചസ്നെസ് ദാറ്റ് കംസ്, റൈച്ചസ്നെസ്, നോട്ട് ജസ്റ്റ് റൈച്ചസ്നെസ്, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഡിവൈൻ ക്യാരക്ടർ. ഇത് നമുക്ക് ലഭിക്കുന്നത് ദൈവിക മഹിമാധനത്തിൽ നിന്നാണ്. ആ മഹിമാധനമാണ് ക്രിസ്തുവിന്റെ സുവിശേഷത്തിലൂടെ നമുക്ക് വെളിപ്പെട്ടു വന്നത്. സോ ഇറ്റ്സ് ക്രിയേറ്റിംഗ് പെർഫെക്റ്റ് സെയിൻസ് ഫോർ എറ്റേണിറ്റി. ഇതാണ് ശരിക്കും ക്രിസ്തുവിൽ തികഞ്ഞവരായ വ്യക്തികളെ സ്വർഗത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്, സ്വർഗത്തിൽ നിർത്തുക എന്നുള്ളതാണ് ഈ രക്ഷയുടെ ഉദ്ദേശം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തേണ്ടതിന് എന്താ ചെയ്യുന്നത്? ഏത് മനുഷ്യനോടും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അപ്പോൾ ഇവിടെ മാനുഷികമായ ഒരു എലമെന്റ് നമുക്ക് കാണാൻ സാധിക്കും. മാനുഷികമായ എലമെന്റ് എന്ന് പറയുന്നത്
നമ്മൾ നടത്തുന്ന പോരാട്ടത്തെക്കുറിച്ചാണ്. ഇത് കഴിഞ്ഞ ആഴ്ച ഒന്ന് സൂചിപ്പിച്ചു പോയെന്ന് എനിക്കൊരു ധാരണ ഉള്ളിൽ തോന്നുന്നുണ്ട്. അതായത് എല്ലാം ദൈവത്തിന്റെ ധനമാണ്, ശക്തിയാണ്. പക്ഷെ അതിനകത്ത് നമ്മൾ നിർത്താതെയുള്ളൊരു അധ്വാനം ഇതിന്റെ പുറകിലുണ്ട്. ടൈം നോക്കാതെയുള്ളൊരു അധ്വാനം. അപ്പം ആളുകൾ പലപ്പോഴും വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ, അതങ്ങനെയാണ് അതങ്ങനെയാണ് മഹിമാധനത്തിന്റെ വിനിയോഗം നടക്കുന്നത്. പൗലോസ് എല്ലാം വിട്ട് അധ്വാനിക്കുകയാണ്. അതങ്ങനെയാണ് അതിന്റെ വിനിയോഗം നടക്കുന്നത്. അതുകൊണ്ട് പൗലോസിനൊന്നും സംഭവിക്കുന്നൊന്നുമില്ല. ഇത് ഇന്ന് നമ്മൾ ആളുകൾ വളരെ സെൻസിറ്റീവ് ആണ്, വളരെ സെൻസിറ്റീവ് അബൌട്ട് ദെയർ ഹെൽത്ത്, സെൻസിറ്റീവ് അബൌട്ട് ദെയർ ടൈം, സെൻസിറ്റീവ് അബൌട്ട് ദെയർ റെസ്റ്റ്. പക്ഷെ പൗലോസ് അങ്ങനെ ആയിരുന്നില്ല. കാരണം ഈ മഹിമാധനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സമയത്തും അത് ആ ഒരു ധനം നമ്മളെ കർത്താവിന് വേണ്ടി നിർത്തിക്കൊണ്ടേയിരിക്കും. യുനോ അതിനുള്ള കൃപയും ധനവും എല്ലാം ദൈവത്തിന്റെയാണ്. അതിനുള്ള നമ്മുടെ മനസ്സുൾപ്പെടെ സകലവും ദൈവത്തിന്റെയാണ്. അപ്പൊ ഈ മഹിമാധനം സ്പ്രെഡ് ചെയ്യുന്നതിന് നമുക്ക് ഈ കോർപ്പറേറ്റ് തലത്തിലുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള എന്താ പറയുന്നത്, വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ആളുകളല്ല വരുന്നത്. വളരെ തകർക്കപ്പെട്ട നിസ്സാരന്മാരായ കഠിനമായി അധ്വാനിക്കുന്ന ആളുകളാണ് ഈ സുവിശേഷത്തിന്റെ വ്യാപാര ശക്തി അവരിലൂടെയാണ് നമ്മൾ കാണുന്നത്. അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അപ്പൊ എന്തിനോടൊക്കെയാണ് ഈ പോരാടുന്നത്? പ്രത്യേകിച്ചും വെളിയിൽ നിന്നുള്ള ശക്തികളുണ്ട്, അതുപോലെ തന്നെ അകത്തുനിന്നുള്ള പോരാട്ടമുണ്ട്. അത് നമ്മളോട് തന്നെയുള്ള ഒരു പോരാട്ടമുണ്ട്. ഈ ദൈവത്തിന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം അധ്വാനിക്കാൻ നമ്മളെ തടയുന്ന പോരാട്ടങ്ങൾ, അതിനെ അതിജീവിച്ചുകൊണ്ട് ദൈവം എനിക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, എന്ത് ശക്തിയാണ് തന്നിരിക്കുന്നത്, മഹിമാധനം എങ്ങനെയാണോ എന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്, അതനുസരിച്ചുള്ള ഒരു പോരാട്ടം, ആ പോരാട്ടത്തോടു കൂടിയുള്ള അധ്വാനം ആണ് പൗലോസ് കഴിക്കുന്നതെന്ന് പൗലോസ് കൊളോസി ലേഖനത്തിൽ പറയുന്നു. ഇപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കൊളോസി ലേഖനത്തിന്റെ ഒരു തീമായിട്ട് തന്നെ വരാവുന്ന ഒരു കാര്യമാണ് ക്രിസ്തു എന്ന മഹിമാധനം നമ്മളിൽ വസിക്കുന്നു എന്നുള്ളത്. ക്രിസ്തു എന്ന മഹിമാധനം നമ്മളിൽ വസിക്കുന്നു എന്നുള്ളത് എല്ലാ മതങ്ങൾക്കും ഒരു മറുപടിയാണ്. യേശു കർത്താവ് തന്നെ നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ പെർഫെക്ഷനിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളൊരു ദൈവിക പദ്ധതിയാണ് അതിലൂടെ വർക്കാകുന്നതെങ്കിൽ വേറൊരു മതത്തിനും പ്രസക്തിയില്ല. നമുക്ക് നന്നാകണം എന്ന് പറയുന്നതിനകത്ത് മതങ്ങൾ എപ്പോഴും നമ്മളെ നന്നാക്കാൻ ഭാഗികമായ ഒരു നീതിയാണ് തരുന്നത്. എന്നാൽ മാർമികമായ നീതിയുടെ വെളിപ്പാട് ക്രിസ്തുവിലൂടെ സംഭവിക്കുമ്പോൾ ഈ മതപരമായ മാനുഷികമായ അധ്വാനങ്ങളുടെ അപ്രസക്തിയാണ്, നിസ്സാരതയാണ് നമ്മളെ കൊളോസി ലേഖനത്തിലെ പ്രധാന തീം. അത് മുമ്പോട്ട് വരുമ്പോൾ അത് കുറച്ചും കൂടെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 2-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവിക മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ പൗലോസ് എഴുതുന്നത് ഇത് ഒരാൾക്ക് വേണ്ടി, കൊളോസിലെ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, ലവോദിക്കയിലുള്ള ആളുകൾക്ക് വേണ്ടിയും ജഡത്തിൽ പൗലോസിൽ നേരിട്ട് കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അത് പൗലോസ് അത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. കാരണം ഈ കാണുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, ഇത് വായിക്കുന്ന എല്ലാവർക്കും വേണ്ടി പറയുകയാണ്. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച്. അപ്പോ ഒരു മനുഷ്യന് ദൈവിക പരിജ്ഞാനം പ്രാപിക്കുവാൻ പ്രധാനമായിട്ടും വേണ്ടത്, ഇത് നമ്മൾ വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം. അപ്പൊ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുണ്ട്, അതിന്റെ പരിജ്ഞാനവും സമ്പത്തും നമ്മൾ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്നേഹത്തിൽ ഏകീഭവിക്കണം. അതായത് ക്രിസ്തു നമ്മൾ വസിക്കുന്നു എന്നുള്ളതിന്റെ പ്രധാന ഒരു ഘടകം എന്ന് പറയുന്നത് സ്നേഹമാണ്. ഇറ്റ് ഈസ് ബൈ ലവ് ദാറ്റ് വി നോ ഗോഡ്. അതാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്. സഹോദരനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ ദൈവത്തെ അവൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു, മാർമികമായി വസിക്കുന്നു. അതിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള കമ്പണന്റ് എന്ന് പറയുന്നത് നമ്മളിൽ നിന്നുണ്ടാകുന്ന ദൈവികമായ സ്നേഹമാണ്. ഈ ദൈവികമായ സ്നേഹമാണ് ക്രിസ്തു നമ്മൾ വസിക്കുന്നു. ഈ സ്നേഹത്തിലുള്ള ഏകീഭാവം, അതൊരു പെർഫെക്റ്റ് ലവ് ഒന്നും ആയിരിക്കണമെന്നില്ല എങ്കിൽ പോലും അഗപ്പെ, അതായത് ക്രിസ്തുവിന്റെ സ്നേഹം, മാനുഷികമല്ലാത്തൊരു സ്നേഹം, ആ മാനുഷികമല്ലാത്ത ദൈവികമായ ഒരു സ്നേഹമാണ് ശരിക്കും ക്രിസ്തു എന്ന മർമ്മം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതിന്റെ അടയാളം. വേറെ ഒന്നുമല്ല. സഹോദര സ്നേഹമല്ല, അതുപോലെ ക്ഷമയോ കരുണയോ ഏതെടുത്താലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടത് ക്രിസ്തു ആണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ അകത്തെ നമ്മളിന്ന് വെളിപ്പെടുമ്പോഴാണ് അത് ശരിക്കും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ഒരു മിസ്റ്ററിയുടെ റെവലേഷൻ ആയിട്ട് വരുന്നത്.
പൗലോസ് പറയുന്നത് സ്നേഹത്തിലുള്ള ഒരു വൺനെസ് നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. സ്നേഹത്തിലുള്ളൊരു വൺനെസ്, ഇറ്റ്സ് ദർ ഇസ് എ ലോട്ട് ടു ഡു ദർ. അതായത് നമുക്ക് ഡു എന്നുള്ളത് ഞാൻ പറയുമ്പോൾ ലോട്ട് ടു പ്രോഗ്രസ് അല്ലെങ്കിൽ ലോട്ട് ടു ഇംപ്രൂവ് എന്നൊക്കെ. കാരണം നമ്മൾ ആ സ്നേഹത്തിൽ ഒന്നാകുന്ന ഒരു ആത്മീക അവസ്ഥയിലേക്ക് നമ്മൾ സഭയായും കൂട്ടമായും കുടുംബമായും ഒക്കെ ഉയർന്നു വരേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ സ്നേഹത്തിൽ ഏകീഭവിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഈ ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നതിന്റെ ആ സമ്പത്ത് നമുക്ക് ലഭിക്കുള്ളൂ. അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് there are some unlovable people in my life എന്ന് വിചാരിച്ചോ. അപ്പോ എനിക്ക് ക്രിസ്തുവിന്റെ സമ്പത്ത് വേണമെങ്കിൽ ആ ലവിലേക്ക് ഞാൻ കിടക്കണം. അവിടെയാണ് സമ്പത്ത് ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് എനിക്ക് അവരെ സ്നേഹിക്കാനുള്ള ആ ഒരു തലത്തിലേക്ക് ഞാൻ പ്രവേശിച്ചാൽ മാത്രമേ ഈ ക്രിസ്തുവിന്റെ സമ്പത്ത് മനസ്സിലാവുള്ളൂ. അല്ല അവരോട് പ്രസംഗിച്ചേക്കാം എന്ന് വിചാരിച്ചാൽ ക്രിസ്തുവിന്റെ സമ്പത്ത് കിട്ടത്തില്ല. ഓക്കെ, അവരെ സഹിച്ചേക്കാം എന്ന് വിചാരിച്ചാൽ ക്രിസ്തുവിന്റെ സമ്പത്തല്ല. നമുക്ക് വളരെ വ്യക്തമായിട്ടും ചിന്തിക്കാവുന്നുള്ളൂ അല്ലെ? അല്ലെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ പോലും ക്രിസ്തുവിന്റെ സമ്പത്ത് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അത് സ്നേഹമായി കഴിയുമ്പോൾ അത് ക്രിസ്തുവിന്റെ സമ്പത്ത്. അത് അവിടെയാണ് യേശുക്രിസ്തുവിന്റെ മാർമികമായ സമ്പത്ത്, നീതി നമുക്ക് വെളിപ്പെട്ട് വരുന്നത് സ്നേഹത്തിലൂടെയാണ്. ഇത് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേറൊരാളോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ലവ് ഉണ്ട്. ആ ലവ് അഗപ്പെ ആവുന്നതാണ് ശരിക്കും അയാൾ ക്രിസ്തു അയാളിൽ വസിക്കുന്നുണ്ട്, ആ മാർമികമായ നീതി അയാൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ എവിഡൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ സ്നേഹത്തിൽ ഭവിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് സംഭവിക്കുള്ളൂ? ക്രിസ്തുവിന്റെ സമ്പത്ത് ലഭിക്കും. അപ്പൊ നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഇത്രയും വചനം കേട്ടിട്ട് എന്തുകൊണ്ടാണ് എനിക്കൊരു ഒരു മാറ്റമില്ലാത്തത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം ദൈവിക സമ്പത്ത് പങ്കുവെക്കപ്പെടുന്നത് ആ ദൈവികമായ സ്നേഹത്തിലൂടെ മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹം വരുന്നില്ലെങ്കിൽ, നമുക്ക് ഒരാളുടെ സ്നേഹം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മളിൽ ദൈവിക സമ്പത്ത് പങ്കുവെക്കപ്പെടുന്നില്ല, നമ്മൾ പരിജ്ഞാനത്തിൽ വളരുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇപ്പൊ ഇപ്പോഴും ആരുടെങ്കിലും കുശുമ്പും വൈരാഗ്യം, അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അവരെന്തിനാണ് എന്നോട് അങ്ങനെ ഉപദ്രവിച്ചത്, ഇങ്ങനെയൊക്കെയാണ് മൈൻഡിൽ കൂടെ പോകുന്നതെങ്കിൽ ഒരു പ്രശ്നമുണ്ടോ? നിങ്ങൾ ഒരു എന്താ പറയുന്നത്, ഒരു സെൽഫ് സിമ്പതിയിൽ അഭിരമിക്കുകയും ക്രിസ്തുവിന്റെ ജ്ഞാനത്തെ റിഫ്യൂസ് ചെയ്യുകയും ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് പരാതികളൊന്നുമില്ല. ഈ സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച്, അപ്പൊ പരിജ്ഞാന വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം, അപ്പൊ ഈ പരിജ്ഞാന പൂർണ്ണതയുടെയും വിവേകപൂർണതയുടെ സമ്പത്തും, ദൈവത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണം, അത് പ്രാപിക്കാൻ ഇടയാകേണ്ടതിന് എന്തു വേണം? സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം വേണം. ഇപ്പൊ ഹൃദയത്തിനകത്ത് ഇങ്ങനെ പലരോടുമുള്ള വിഷമവും ദേഷ്യവും എല്ലാം അടക്കി വെച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എന്ത് സാധിക്കില്ല? ക്രിസ്തു എങ്ങനെയാണ് ജീവിച്ചതെന്ന് ആ പരിജ്ഞാനത്തിന്റെ സമ്പത്ത് അവർക്ക് തുറന്നു ലഭിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു ഡു പാർട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡു പാർട്ട് ആണോ? അല്ല, ഇത് ഫെയ്ത്ത് പാർട്ട് തന്നെയാണ്. പക്ഷെ അത് നമ്മുടെ ലൈഫിൽ റിഫ്ലക്ട് ആയേ പറ്റുള്ളൂ. ഹ്യൂമൻലി സ്പീക്കിംഗ്, വി നീഡ് ടു ബിലീവ് ഇൻ ദാറ്റ് മിസ്റ്ററി. കർത്താവ് നമ്മൾ വസിക്കുന്നു എന്നുള്ള ആ മിസ്റ്ററിയിൽ നിന്ന് ഈ സ്നേഹം ഉളവായി വരണം. നമ്മുടെ എല്ലാ റിലേഷൻഷിപ്സിലും അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് അതിന്റെ മുകളിൽ വരേണ്ട എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഓരോരുത്തരിലും ഈ സ്നേഹം ഉണ്ടാകുന്നതിന് വേണ്ടി ഇന്നലെ തെസ്സലോനിക്ക ലേഖനം ഒരു സഭയില് മലങ്കര ക്രിസ്ത്യൻ ചർച്ചില് വായിച്ചപ്പം എനിക്ക് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു രസകരമായ ഒരു കാര്യം, രസകരം എന്ന് പറയാൻ പറ്റില്ല, വളരെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ഒരു ഭാഗം അതിനകത്ത് കണ്ടത് ഇങ്ങനെയാണ്: ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ആർദ്രതയുള്ളവരായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ. അതായത് സ്നേഹമാണ് ഇതിന്റെ എല്ലാം. ഓമനിച്ചുകൊണ്ടാണ് സുവിശേഷം പറയുന്നത്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണ് നിങ്ങൾ സുവിശേഷം പറയുന്നത്? നാട്ടിൽ എങ്ങനെയാണ് സുവിശേഷം പറയുന്നത്? കുടുംബത്തിൽ നാട്ടുകാരെ ഓമനിക്കാൻ പോയില്ലെങ്കിലും ഈ കുടുംബത്തിലെ മക്കളോടും സഹോദരങ്ങളോടും ഒക്കെ സുവിശേഷം പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു വാത്സല്യം അവരോട്, അതാണ് പൗലോസ് പറയുന്നത്, വാത്സല്യത്തോട് ഇത് പങ്കുവെച്ചത്. അപ്പൊ സ്നേഹമാണ് ഈ മർമ്മത്തിന്റെ വ്യാപാര ശക്തി മുഴുവൻ. ആ ഒരു ഡിവൈൻ അൺകണ്ടീഷണൽ, വേറൊരാളുടെ പ്രവൃത്തിയോ വേറൊരാളുടെ സ്വഭാവമോ നോക്കാതെയുള്ള അൺകണ്ടീഷണൽ ലവിൽ നിന്നാണ് ഇത്, ഈ ഒരു ദൈവിക മർമ്മത്തിന്റെ വ്യാപാര ശക്തി ഉണ്ടാകുന്നത്.
ഓക്കെ, അടുത്ത വാക്യം പറയുന്നത് അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. അതായത് ക്രിസ്തുവിൽ ഇതെല്ലാം എങ്ങനെ ഇരിക്കുന്നത്? മറഞ്ഞിരിക്കുന്നത്, ഗുപ്തമായിട്ടായിരിക്കും. അപ്പൊ എല്ലാത്തിന്റെയും റെഡിമെയ്ഡ് ജ്ഞാനം. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇതിനെക്കുറിച്ചുള്ള ദൈവഹിതം എന്താ പാസ്റ്റർ, ഒന്ന് പ്രാർത്ഥിച്ച് പറയാമോ? അതെന്താ പ്രശ്നം? ഈ ഗുപ്തമായത് കാണാൻ പറ്റുന്നില്ല, അതാണ് എന്റെ പ്രശ്നം, അല്ലെ? നമുക്കിത് കാണാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ആളുകളുടെ സഹായം തേടും, പാസ്റ്റർമാരുടെ സഹായം തേടും, പ്രോഫറ്റ്സിന്റെ സഹായം തേടും. എന്നിട്ട് ചോദിക്കും, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, ഒന്ന് പറഞ്ഞു തരാമോ? ഇത് വലിയൊരു പരാജയമാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യരിങ്ങനെ നടക്കേണ്ടി വരുന്നത്. കാരണം ക്രിസ്തു നമ്മിൽ വസിക്കുന്നുണ്ടെങ്കിൽ അവനിലാണ് സകല പരിജ്ഞാനം. അത് ഹിഡൻ ആയിട്ടായിരിക്കും. ഈ ഹിഡൻ ആയിട്ടിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് വെളിപ്പെട്ട് കിട്ടുന്നില്ല. ഞാൻ അത് മനസ്സിലാക്കിയത് ഈ കർത്താവ് പാരബിൾസ് ആയിട്ട് പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ പാരബിൾസ് ആയിട്ട് സംസാരിക്കും? അപ്പോ കർത്താവ് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ്. അവർ കണ്ണുണ്ടെങ്കിലും കാണുകയും ചെവിയുണ്ടെങ്കിലും കേൾക്കുകയോ, കണ്ണുണ്ടെങ്കിൽ കാണുകയോ ചെവിയുണ്ടെങ്കിൽ കേൾക്കുകയോ, ഹൃദയം കൊണ്ട് തുറന്ന് വിശ്വസിക്കുകയോ ചെയ്യാതിരിക്കാൻ തക്കവണ്ണം അവരുടെ ഹൃദയം കഠിനമായി എന്നാ പറയുന്നത്. അപ്പൊ കർത്താവ് സിമ്പിളി പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ പറയുന്ന എല്ലാവർക്കും മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉപമകളായിട്ട് പറയുന്നത്. അത് ഗുപ്തമായിട്ടിരിക്കുന്ന കാര്യമാണ്. ഈ ഗുപ്തമായിട്ടിരിക്കുന്ന കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതായത് അതിനൊരു ആ ഒരു റെവലേഷനിലേക്ക് നമുക്ക് പോകാൻ ഇത്തിരി പ്രയാസമുണ്ട്. ആ പ്രയാസം എന്താന്ന് ഞാൻ പറയാം. നമ്മൾ പ്രയാസപ്പെടുന്നതല്ല, ദർ ഇസ് എ പ്രോസസ്. അതായത് വിതയ്ക്കുന്നവന് വിതയ്ക്കാൻ പുറപ്പെട്ടു, കുറെ വഴിയരികിൽ വീണു, പറവുകളൊന്ന് കൊത്തിക്കൊണ്ടുപോയി, കുറെ മുള്ളിനിടയിൽ വീണു, അത് ഞെരിഞ്ഞുപോയി, കുറെ പാറസ്ഥലത്ത് വീണു, അത് മണ്ണിന് ആഴമില്ലാത്തതിനാൽ ഉണങ്ങിപ്പോയി, കുറെ നല്ല നിലത്ത് വീണു, അത് 100, 60, 30 മേനിയായി വിളഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത്രയും നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല, എനിക്കൊന്നും മനസ്സിലായില്ല. അതായത് വിത്ത് വിതയ്ക്കുമ്പോൾ സൂക്ഷിച്ച് വിതയ്ക്കണം, നല്ല നിലത്ത് വീഴണം, മുള്ളിനിടയിൽ പോയാൽ ഇതിങ്ങനെ വരും. ഓക്കെ, ഗുഡ്, പരിപാടി തീർന്നു. കർത്താവ് ഒന്നും പറഞ്ഞില്ല, അങ്ങ് പോയി. ശിഷ്യന്മാര് വൈദ്യുതി ചോദിച്ചപ്പോഴാണ് ഇത് വിത്ത് എന്ന് പറഞ്ഞ വചനമാണെന്നും ഇത് മുള്ളിനിടയിൽ വീണാൽ എന്താണെന്നും ഒക്കെ പറയുന്നത്. അതുവരെ കർത്താവിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അപ്പം ജസ്റ്റ് ആ വിത്തെന്താ വചനം എന്ന് പറയുന്നതൊക്കെല്ലാം മനസ്സിലായി. പക്ഷെ അത് പറഞ്ഞില്ലെങ്കിൽ ഇതൊരു കൃഷിപ്പണി പഠിപ്പിക്കാൻ നമുക്ക് തോന്നുന്നു. ഇതൊക്കെ കണ്ടാണ് ശിഷ്യന്മാർ ചോദിച്ചത്, ഇത് എന്താണ് ഇങ്ങനെയൊക്കെ ഈ ഉപമകളിലൂടെ പറയുന്നത്, ആർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത്രയും പേര് കൂടി വന്നിട്ട് ഈ ഉപമ 2-3 ഉപമ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും എന്ന് ചോദിച്ചപ്പോ കർത്താവ് പറഞ്ഞത്. അപ്പൊ ഞാൻ ആദ്യം ഓർത്ത് എന്തിനാ ഇങ്ങനെ പറയാം. പക്ഷെ അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശിഷ്യന്മാർക്ക് എങ്ങനെ മനസ്സിലായത് വിത്ത് വചനമാണ്? അവർ രാത്രി പോയി ഇരുന്നോണ്ടാ മനസ്സിലായത്. ഈ കർത്താവിന്റെ കൂടെ നടക്കണമെങ്കിൽ അവർക്കൊരു ലൈഫിൽ ഒരു ഉപേക്ഷണത്തിലൂടെ പോകേണ്ടതാണ്, അല്ലെ? അങ്ങനെയല്ല അവർ കർത്താവിന്റെ കൂടെ നടക്കാറായത്. ഇപ്പൊ രാത്രിയിൽ അവന്റെ കൂടെ, പകലും അവന്റെ കൂടെ, അതെങ്ങനെ അങ്ങനെ ആയത്? അങ്ങനെ ആയത് അവർക്കുള്ളതെല്ലാം വിറ്റ്, പറവും മലയും വള്ളവും അപ്പനെയും ഒക്കെ വിട്ട്, അവരുടെ ലൈഫിന്റെ സാധാരണ കൺസേൺസിനെയൊക്കെ വിട്ട് അവർ കർത്താവിന്റെ കൂടെ നടക്കുകയും രാത്രികാലങ്ങളിൽ പോയി കർത്താവിനോട് ഇത് ചോദിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഗുപ്തമായ നിധിയിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് ക്രിസ്തുവിന്റെ കൂടെയുള്ള ഒരു നടപ്പ്. അപ്പൊ നമുക്ക് ദിസ് കോസ്റ്റ്ലി, നമുക്ക് ചുമ്മാ ഒരു എന്താ പറയുക, ഒരു പുസ്തകം വായിച്ചോ കമന്ററി വായിച്ചോ ഒന്നും മനസ്സിലാക്കേണ്ടതല്ല ദൈവത്തിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പരിജ്ഞാനം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ഗുപ്തമായ നിധി അന്വേഷിച്ച് തന്നെ ചെല്ലണം. അതുകൊണ്ട് നമ്മൾ എന്തുമാത്രം കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുന്നോ, എന്തുമാത്രം നമ്മൾ ഈ ലോകത്തിന്റെ പരിജ്ഞാനത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്നോ, അതനുസരിച്ചാണ് നമുക്ക് ഈ ഗുപ്തമായ നീതിയുടെ മേല് അവകാശം ഉണ്ടാകുന്നത്. അപ്പൊ ദൈവത്തിന്റെ മാർമിക രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാകുവാൻ ബുദ്ധിപരമായി മനസ്സിലാക്കിയാൽ പോരാ, നമുക്ക് ജീവനായി മനസ്സിലാകണമെങ്കിൽ ആ കമ്മ്യൂണിക്കേഷന്റെ യഥാർത്ഥ അർത്ഥം. ഇപ്പൊ നമുക്ക് അതിനുശേഷം കുറെ പുതിയ ഉപമകൾ, അത് മറ്റാരും പറഞ്ഞിട്ടില്ല, മറ്റാരും പറയാത്ത കുറെ ഉപമകളും പറഞ്ഞു, ബാക്കിയുള്ള ഉപമകളെല്ലാം വിശദീകരണം പറഞ്ഞു. സോ ഹീസ് ഹാപ്പി ടു ടീച്ച് us. പക്ഷെ അതിനുള്ള ഹൃദയം നമുക്കുണ്ടാകണം, ശിഷ്യന്മാരുടെ ചെവി ഉണ്ടാകണം, കാത്തിരിപ്പുണ്ടാകണം. അങ്ങനെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. കർത്താവ് ട്യൂഷൻ എടുക്കാനാണ് കർത്താവ് കുറച്ചുകൂടി ഇഷ്ടമെന്ന് ഞാൻ ചിന്തിച്ചു. അതായത് ആരാണോ കൂടെ പോയിരിക്കുന്നത് അവർക്കാണ് ഇത് വെളിപ്പെട്ട് വരുന്നത്. ആരാണോ ക്ലോസ് ആയിട്ട് അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ഒരു മർമ്മവും മറിഞ്ഞിരിക്കുന്നില്ല. ട്യൂഷൻ, ഈ ഒരു വലിയ ക്ലാസ്സിൽ ഇങ്ങനെ ലെക്ചർ ചെയ്യുന്നതിനേക്കാളും കർത്താവിന് ഓരോരുത്തരെ കൊണ്ട് നടന്ന് ട്യൂഷൻ എടുക്കുന്നതാണ് ഇഷ്ടം.
ഇപ്പം നമ്മൾ 66 പേരുണ്ടല്ലോ, കർത്താവ് ഇങ്ങനെ അല്ല ചെയ്യുന്നത്. 66 പേരുടെ വലിയ രഹസ്യങ്ങളൊന്നും പറയുന്നില്ല. ഈ വലിയ വലിയ ക്രൗഡ് കൂടുമ്പം വളരെ കുറച്ച് കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്, അതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല പൂർണ്ണ. പക്ഷെ ഈ ശിഷ്യന്മാരുടെ കൂടെ ഈ രാത്രികളിൽ ഇരുന്നും കൂടെ നടന്നും ട്രെയിൻ ചെയ്തും അങ്ങനെയാണ് ഈ കർത്താവ് പഠിപ്പിച്ചത്. അപ്പൊ അത് ഒരു പ്രോസസ്സാണ്. അപ്പം ഈ ഗുപ്തമായ നിധി എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ദൈവം നമുക്ക് തരും, അല്ലെ? അപ്പം അങ്ങനെയാണ് ഇത്. വിശ്വാസത്താൽ നമ്മൾ അവനിൽ ഒളിഞ്ഞിരിക്കുന്ന പരിജ്ഞാനത്തിന്റെ മർമ്മങ്ങൾ നമ്മൾ ആ ഗുപ്തമായ നിധിയിലേക്ക് നമ്മൾ വിശ്വാസത്താൽ കടന്നു പോകണമെന്നാണ് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അവനിൽ ഇത് ഗുപ്തമായിരിക്കുന്നു, അതായത് മറഞ്ഞിരിക്കുന്നു, വെളിയിൽ കാണാതിരിക്കുന്നു, മാർമികമായിരിക്കുന്നു. ഇത് വെളിപ്പാടിൽ വരുന്നത് വരെയും കർത്താവിന്റെ പരിജ്ഞാനം അത് വേറൊരാളിൽ നിന്ന് അന്വേഷിച്ച് പോകരുത്. വേറെ ആളിൽ നിന്ന് അന്വേഷിച്ച് പോയാൽ നമുക്കുള്ള അന്വേഷണം ഇല്ലാതായി പോവുകയാണ്, നമ്മുടെ വളർച്ച ഇല്ലാതായി പോവുകയാണ്. അത് ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ്. സോ ദ ലോർഡ് ഡസ് നോട്ട് ഇന്റന്റ് ദാറ്റ് ഫ്രം us, അല്ലെ? അപ്പം അടുത്ത വാക്യം ഇങ്ങനെയാണ്, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. ഇത് 21st സെഞ്ചുറി മെയ് മാസം 22 ജൂലൈ മാസം 13 തീയതി നിങ്ങളോട് സംസാരിക്കേണ്ട വിഷയം തന്നെയാണ് പൗലോസ് അന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളോടല്ല, ഈ ക്രിസ്ത്യ സമൂഹത്തോട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളെല്ലാം നമ്മളിൽ തന്നെ ക്രിസ്തു വസിക്കുന്നത് കൊണ്ട് അവരിൽ ഗുപ്തമായിരിക്കുന്നു. അതായത് വി നീഡ് ടു എക്സ്പ്ലോർ ദ ക്രിസ്ത്യൻ റെവലേഷൻ ഫ്രം വിതിൻ അവേഴ്സേഴ്സ് ഓൺ ദ ലൈറ്റ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അതിനു പകരം നിങ്ങൾ മറ്റുള്ളവരുടെ വശീകരണ ശക്തിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വചനത്തിലേക്കല്ലാതെ, ഇപ്പം അതിനർത്ഥം പ്രബോധനം വേണ്ടെന്നല്ല, വചനത്തിലേക്കല്ലാതെ വ്യക്തിപരമായ ആളുകളുടെ വശീകരണ വാക്കുകളിലേക്ക് നിങ്ങൾ തിരിയുന്ന എപ്പോഴാണ്? ഈ അടിസ്ഥാനം, ഈ മാർമിക രഹസ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വരാതെ വരുമ്പോൾ, അത് റിവീൽ ചെയ്യപ്പെടാതിരിക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ അന്വേഷിച്ചും പ്രവാചകൻ അന്വേഷിച്ചൊക്കെ നടക്കേണ്ടി വരുന്നത്. നമ്മുടെ ആന്തരികമായി ഈ വെളിപ്പാട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ആരും നമ്മൾ ഉപദേശിക്കാതെ തന്നെ ഈ പരിജ്ഞാനത്തിന്റെ വചനം നമ്മൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളിൽ വസിക്കുന്ന ക്രിസ്തുവിൽ ഈ മർമ്മങ്ങളെല്ലാം ഉണ്ട്, അത് ആത്മാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ പൗലോസ് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആളുകൾ പിന്നെയും പിന്നെയും വന്ന് പലതരം ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ഈ കാതലായ ഭാഗങ്ങൾ എടുത്തു കളയുകയും ചെയ്യുമ്പോൾ പൗലോസ് പറയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിസ്തു നിങ്ങളോട് എന്ത് പറയുന്നത് ശ്രദ്ധിക്കുക. പരിജ്ഞാനത്തിന് മറ്റുള്ളവരുടെ വശീകരണ വാക്കുകളിലേക്ക് വരാതിരിക്കുക. വാട്ട് ഡസ് ദ ലോർഡ് ടെൽ യു? അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് അവനിലാണ് ജ്ഞാനവും വിവേകവും എല്ലാം ഇരിക്കുന്നത്. വേറെ മാനുഷികമായ ജ്ഞാനത്താൽ നിങ്ങൾ വശീകരിക്കപ്പെടരുത്. മാനുഷികമായ ഫിലോസഫിയാൽ നിങ്ങൾ വശീകരിക്കപ്പെടരുത്. ഇതാണ് കൊലോസി ലേഖനത്തിന്റെ ഒരു പ്രധാന തീം. അതായത് ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിലാണ് എല്ലാം ഉള്ളത്, അവന് വെളിയിലുള്ളത് ഒന്നുമില്ല. അപ്പം അവൻ തന്നെയാണ് നമ്മുടെ നീതീകരണവും വിശദീകരണവും ഒക്കെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ അവൻ നീ എന്നൊക്കെ ഈ പറയുന്നത് നമ്മുടെ ശീലം കൊണ്ട് പറയുന്നത്, ദൈവത്തോട് ബഹുമാനം ഇല്ലാത്തോട് പറയുന്നത്. അത് ഞാൻ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്കും ആഗ്രഹമുണ്ട് അങ്ങനെ പറയാതിരിക്കണമെന്ന്. പക്ഷേ ഭാഷയുടെ പ്രയോഗം അങ്ങനെയാണ്. ഹിന്ദുക്കൾ പറയുന്നത് ഈശ്വർ എന്ന് പറയുമ്പോൾ തൂന്ന് പറയുന്നത്, തുമ്മെന്ന് ബഹുമാനത്തോടൊന്നുമല്ല. അത് ഒരു പ്രത്യേകതരം പ്രയോഗമാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. എല്ലാ ഭാഷകളിലും അങ്ങനെ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഉള്ള കാര്യം എനിക്കറിയില്ല. ഓക്കെ, പക്ഷെ അതൊരു ശീലം, ചെറുപ്പം തൊട്ടേ അങ്ങനെ ഒരു ശീലം, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ യു മാത്രമേ ഉള്ളൂ എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ് ശരിക്കും പറഞ്ഞു. കാരണം ക്ലാസിഫിക്കേഷൻ ഇല്ലാതെ നമുക്ക് ആൾക്കാരെ വിളിക്കാം. എനിക്ക് ആഗ്രഹമുണ്ട് ഈ കർത്താവിനെ നീ എന്ന് അവനൊക്കെ വിളിക്കുന്ന ഒരു മര്യാദകേടാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഈ ശീലം എന്ന് പറയുന്നത് ഭയങ്കര അകത്ത് സ്ട്രോങ് ആയി കിടക്കുന്ന ഒരു കാര്യമാണ്. മിക്കവാറും എല്ലാ ഭാഷകളിലും അങ്ങനെയാണ് തന്നെ. സോ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഒരു പാട്ട് പോലും പാടാൻ പറ്റത്തില്ല. മലയാള ഭാഷ അതങ്ങനെയാണ്, അതിന്റെ ശൈലി അങ്ങനെയാണ്. ഇപ്പം ഒന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ ചായ. ഓക്കെ, നമ്മൾ വളർന്നു വന്ന ആ ഒരു ശൈലി അതങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വാക്യത്തിലേക്ക്, ഇത് നെറ്റിന്റെ ഒരു കുഴപ്പമുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നിർത്താമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ദിസ് ക്രിയേറ്റിംഗ് എ സ്ട്രെസ്. ആകയാൽ 4-ാം വാക്യം പറയുന്നത്, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഇത് പറയുന്നു. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവുകൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ക്രിസ്തുവിലുള്ളൊരു സ്ഥിരത ഈ കൊളോസിയ വിശ്വാസികൾക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ദാറ്റ്സ് റിയലി വണ്ടർഫുൾ. നമ്മുടെ സഭയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പരിധി വരെ.
കാരണം ഈ തുടർച്ചയായി ഈ ഉപദേശത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുവിലുള്ള സ്ഥിരത നമുക്കുണ്ടാവും. ഒരു ഉപദേശപരമായ സ്ഥിരത, ജീവന്റെ സ്ഥിരത, അത് നമുക്ക് കുറച്ചും കൂടെ അകലത്തിലായിരിക്കാം. പക്ഷെ ക്രൈസ്റ്റ് ഫൗണ്ടേഷൻസ്, ആ ഫൗണ്ടേഷൻസിൽ ഉറപ്പുള്ളവരായിട്ടും പലതിനാൽ ആകർഷിക്കപ്പെടാതെ വശീകരിക്കപ്പെടാതെ ടു ബി ഓൺ വൺ ഫിക്സഡ് ഡോക്ട്രിൻ ആൻഡ് ദാറ്റ് ഡോക്ട്രിൻ ഈസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്, അങ്ങനെയുള്ള ഒരു ഫൗണ്ടേഷൻ നമ്മുടെ സഭയ്ക്ക് ഉണ്ടെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അറിയത്തില്ല, ഉണ്ടെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. പറയാൻ കാരണം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാസ്റ്റർ 10 വർഷത്തോളം ഒരു സഭയിൽ പ്രസംഗിച്ച് അവരെല്ലാം ഒരു സത്യവിശ്വാസത്തിന്റെ, അതായത് കൃപയാലുള്ള വീണ്ടെടുപ്പിന്റെ ക്രൈസ്റ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫെയ്ത്തിൽ അവരെ എത്തിച്ചു. 10 വർഷം. 11ാം വർഷം ആ പാസ്റ്റർ മാറി വേറെ പാസ്റ്റർ വന്നു ആ സഭയിൽ. ആ 11ാം വർഷം ആദ്യത്തെ മാസം തന്നെ ആ വിശ്വാസികളെല്ലാം മറു സൈഡിലേക്ക് മാറി. ഞാനത് ഭയങ്കര അത്ഭുതമായിട്ട് നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോ ആ സഭയിൽ ഒരൊറ്റ ആൾ പോലും ഈ കൃപയാലാണ് ദൈവവിശ്വാസാൽ രക്ഷിച്ചെന്നല്ല വിശ്വസിക്കുന്നത്. വർക്കിലോട്ട് മാറി 1 month. കാരണം മനുഷ്യൻ കാത്തിരിക്കുമായിരുന്നു അവനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി. എല്ലാം കർത്താവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ. 10 വർഷം നോക്കിയിരുന്നവര് അവസാനം ഒരു ആശ്വാസം കിട്ടി. ഒരു മനുഷ്യൻ വന്ന് പ്രവൃത്തികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് സംഭവിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു അടിസ്ഥാനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി എന്റെ കാലം കഴിഞ്ഞാലും വേറൊരാൾ വന്നാലും നാളെ വേറൊരാൾക്ക് എന്തെങ്കിലും തോന്നിയാലും അയാൾ കുറച്ചുകൂടെ കരിസ്മാറ്റിക് ആയിരുന്നാലും ഓക്കെ, അയാൾ കുറച്ചുകൂടെ കാര്യങ്ങൾ വളച്ചും കെട്ടിയും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നാലും, കാരണം ഇത് ഇങ്ങനെ മൂഞ്ഞോണാണല്ലോ, അപ്പോ ഇയാൾ പറയുന്നില്ലേ കുറച്ചുകൂടെ ശരി എന്ന്. കാരണം ഈ പ്രസംഗങ്ങളൊന്നും ആരും ഓർക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ലൈഫാണ്. അത് ചിലപ്പം തോറ്റാലും ജയിച്ചാലും പ്രസംഗങ്ങളൊന്നും ആരും ഓർക്കില്ല. അപ്പൊ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ്. പക്ഷെ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ഫൗണ്ടേഷൻ ഉറക്കണം. നമ്മൾ തന്നെ ഉപദേഷ്ടാക്കന്മാരാകണം. നമ്മൾ തന്നെ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ക്രൈസ്റ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ഫിലോസഫി, ഒരു തിയോളജി നമ്മുടെ ഉള്ളിൽ തന്നെ ഉരുവാവുകയും അതിൽ നമ്മൾ ഉറപ്പുള്ളവരാവുകയും വേണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉലഞ്ഞു പോകാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉലഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അത് എത്ര വർഷം കഴിഞ്ഞാലും ഉലഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഓക്കെ, ദൂരസ്ഥനെങ്കിലും, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിൽ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. നിങ്ങൾക്കറിയാമോ ഈ സഭകളൊന്നും ഇന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സഭ എന്ന് പറയുന്നത് ഒരു എറ്റേണൽ കാര്യമല്ല. ലോക്കൽ സഭ എന്ന് പറയുന്നത് അതിന് മാറ്റം മറിച്ചിലുകൾ ഉണ്ടാകാം. ഓക്കെ, തിരിക്കൽ മറിക്കലുകളൊക്കെ ഉണ്ടാകാം. പക്ഷെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ, ആകാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടത്തി അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചതിനൊത്തവണ്ണം വിശ്വാസത്താൽ വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. അപ്പൊ ഇത് വീണ്ടും പൗലോസ് പറയുന്നത് ഈ ക്രൈസ്റ്റ് സെൻട്രിക് ആയിട്ടുള്ള ക്രിസ്തുവിൽ വേരൂന്നുന്ന അവന്റെ നീതിയെ ലക്ഷ്യം വെക്കുന്ന മാനുഷികമല്ലാത്ത ഉയരത്തിൽ നിന്ന് വന്ന ക്രിസ്തുവിൽ ഉള്ള ഗുപ്ത നിധികളെ ടാപ്പ് ചെയ്യുന്ന ആ സ്വർഗീയമായ ആത്മാവിനാൽ നൽകപ്പെടുന്ന കൃപാവരങ്ങളെ അല്ലെങ്കിൽ കൃപാദാനങ്ങളെ, കൃപാധനത്തെ ഉപയോഗിക്കുന്ന ആ ഒരു അടിസ്ഥാനം നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. അത് അവിടെ പറഞ്ഞിരിക്കുന്നത് അവനിൽ ആകെ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ തന്നെ. ഈ കൈക്കൊണ്ടതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് കൈക്കൊള്ളുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സബ്മിഷൻ ഉണ്ട് ദൈവത്തോട്. ആ സബ്മിഷന്റെ അടിസ്ഥാനം ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് വീണ്ടും എന്റെ അനുഭവത്തിലേക്ക് വന്നതെന്ന് എനിക്കറിയില്ല. വർഷങ്ങൾക്ക് ശേഷം, ഞാൻ രക്ഷിക്കപ്പെട്ട വർഷങ്ങൾക്ക് ശേഷം 2015 മറ്റോ ആയിരിക്കണം, ഞാനൊരു ചർച്ചിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എന്റെ ചെറുപ്പകാലം അപ്പൊ അദ്ദേഹം അദ്ദേഹം പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, അന്ന് പോയിക്കൊണ്ടിരുന്നത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഇദ്ദേഹം പഠിപ്പിക്കുന്ന വിശ്വാസിയാണ്. അപ്പൊ അദ്ദേഹം ചെയ്ത വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യേശു ക്രിസ്തുവിനെ ഞാൻ കർത്താവാണെന്ന് സഭയുടെ ഉള്ളിലേക്ക് ഒരു വലിയ ആത്മശക്തി വന്ന് സഭ വരെ അങ്ങനെ ഉണ്ടായി. ആടായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റി. എന്നാൽ അതിനുശേഷം ഒരിക്കൽ പോലും ആ യേശുവിനെ കർത്താവെന്ന് കൺഫസ് ചെയ്തപ്പോൾ ഉണ്ടായ ആ ഒരു എക്സിലറേറ്റിംഗ് ജോയ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു.
എന്തുകൊണ്ടാണ് പിന്നീട് ആ ആനന്ദം ഉണ്ടാകാത്തതെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അപ്പൊ അവനെ കൈക്കൊണ്ടപ്പോൾ ഉണ്ടായ ഒരു ആനന്ദം, ഉണ്ടായ ഒരു റിലീഫ്, ഒരു എക്സ്റ്റസി, എക്സിലറേഷൻ. ശേഷം എത്ര പ്രാവശ്യം യേശുവിനെ കർത്താവെന്ന് കൺഫസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എപ്പോഴെപ്പോഴും കൺഫസ് ചെയ്യണം, നമ്മൾ ഒരു പ്രാവശ്യം കൺഫസ് ചെയ്തപ്പോൾ ആയില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്ന് കൺഫസ് ചെയ്ത് നോക്ക്. നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളിലെല്ലാം യേശുവെ നീയാണ് എൻ്റെ ലോർഡ്, എൻ്റെ കർത്താവ് എന്ന് ഈ സാഹചര്യം when we are acknowledging his lordship, ആ സ്വീകരിച്ച അതേ ആനന്ദമാണ് നമ്മുടെ ഉള്ളിലേക്ക്, ആ ലോർഡ്ഷിപ്പ്, കർത്താവിന്റെ ലോർഡ്ഷിപ്പ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. ഇഫ് യു ആർ സെയിങ് ദാറ്റ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, നമുക്ക് ആ യേശു ക്രിസ്തു കർത്താവാണ് എന്നുള്ളത് പറയുമ്പോൾ ഹി ഈസ് ഇൻ കൺട്രോൾ, ഹി ഈസ് മൈ എവറിത്തിങ്, ഇറ്റ് ഈസ് ഫ്രം ഹിം ദാറ്റ് ഐ ഡ്രോ എവറിത്തിങ്. ുള്ള റിസോഴ്സസ് എല്ലാം ഈ കർത്താവിൽ നിന്നാണ് എന്ന് ഞാൻ കൺഫസ് ചെയ്ത് കഴിയുമ്പം ആ ക്രിസ്തുവിന്റെ പ്രസൻസ് എനിക്ക് ആ ജോയ് വീണ്ടും തരാം. ആത്മാവിലാണെങ്കിലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. കാരണം ഞാൻ ഈ ലോർഡ്ഷിപ്പ് ഓഫ് ദ ലോർഡ് എന്നുള്ളത് ഓരോരുത്തരും എൻജോയ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ദ ഫാക്ട് ദാറ്റ് ഹി ഈസ് അവർ ലോർഡ് മേക്സ് മാറ്റേഴ്സ് വെരി സിമ്പിൾ. കാരണം എനിക്കൊന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ല. അവനിൽ വേരൂന്നി നമ്മൾ ആകെ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ, അവനിൽ വേരൂന്നിയും ആത്മീകവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പിൻ. അപ്പോൾ ഈ വിശ്വാസത്തിൽ ഉറച്ചും, വിശ്വാസത്തിൽ ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പിൻ. അപ്പൊ എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുവിൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നല്ല. നമ്മുടെ ഹൃദയം കവിയുന്ന രീതിയിൽ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. ഈ മഹത്വത്തിന്റെ പ്രസക്തി എന്താണ്? യേശു ക്രിസ്തുവിന്റെ ലോർഡ്ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഈ മഹത്വം എന്ന് പറയുന്നത്. അവനെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ രാജാവും കർത്താവുമായി ഉയർത്തുന്നത് മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. കർത്താവെ, എന്റേതായ ഒന്നുമല്ല, മഹത്വം മുഴുവൻ നിന്റേതാണ്. യു ആർ മൈ ഗ്ലോറിയസ് ലോർഡ്, യു ആർ മൈ കിങ് എന്ന് ഞാൻ പറയുമ്പോൾ എന്റെ ഹൃദയത്തിൽ എപ്പോഴും ആ കർത്താവിന് മഹത്വം കരയറ്റിക്കൊണ്ടായിരിക്കും. ബിക്കോസ് ഹി ഈസ് മൈ ലോർഡ്, ഇറ്റ്സ് ഒബ്വിയസ് ദാറ്റ് ഐ വിൽ ബി പ്രൈസിങ് ഹിം. അപ്പൊ ആ ഒരു പ്രൈസ് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത് കർത്താവിന്റെ ലോർഡ്ഷിപ്പിൽ നിന്നാണ്. അതായത് നിങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അപ്പൊ ഈ ഒരു കൂട്ടായ്മ ഒത്തിരി വാക്കുകൾ, ഓരോ വാക്കുകൾക്കകത്തും ഭയങ്കര മീനിങ്സ്. നമുക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കൂട്ടായ്മ, ഒരു ബ്രദർലി അഫെക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ കർത്താവുമായിട്ടൊരു കൂട്ടായ്മയിൽ നടപ്പിൻ എന്ന് പറയുന്നിടത്താണ് ഈ യുണീക്ക് വാക്കിംഗ്. അതായത് യേശുക്രിസ്തു നടക്കുമായിരുന്നു. എങ്ങനെയാണ് കർത്താവുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാകുന്നത്? നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിനെ ഇറക്കിക്കൊണ്ടുവരാമെന്നാണ്. അങ്ങനെയാണ് ഒരു കൂട്ടായ്മ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കർത്താവ് എന്റെ കൂടെ വരണമേ, കർത്താവ് എന്റെ കൂടെ നിൽക്കണമേ, എന്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റി തരണമേ, വഴിയാത്രയിൽ കാത്തുകൊള്ളണമേ, വാഹനം തട്ടാതെ സൂക്ഷിക്കണമേ, അവിടെ എല്ലാം നിന്റെ പ്രസൻസ്. നീ തിരിച്ചു ചിന്തിച്ചോക്കെ, കർത്താവിന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടായ്മയിൽ അവൻ നടക്കുകയല്ല, അവന്റെ കൂട്ടായ്മയിൽ നമ്മൾ നടക്കുകയാണ്. അതായത് കർത്താവെ, നീ പോകുമായിരുന്ന വഴികളിലൂടെ എന്നെ നടത്തണമേ, നീ ചിന്തിക്കുമായിരുന്ന ചിന്തകളിലൂടെ എന്നെ നടത്തണമേ, നിന്റെ വഴിയെ ഞാൻ വരാൻ, ആ ഇടുക്ക് വഴിയിലൂടെ ഞാൻ നടക്കാൻ. കർത്താവെ, നീ പോകുന്ന വഴിയെ, ഞാൻ പോകുന്ന വഴിയെ നീ പോകുന്നതല്ല, നീ പോകുന്ന വഴിയെ ഞാൻ പോകാൻ. അങ്ങനെ ഒരു കൂട്ടായ്മ ആലോചിക്കേ. ഇപ്പൊ അത് നേരെ തിരിഞ്ഞല്ലേ, റിവേഴ്സ് ആയപ്പോൾ കർത്താവിന്റെ കൂട്ടായ്മ നടപ്പിൻ. നമ്മുടെ ലൈഫിലേക്ക് കർത്താവിനെ ഇറക്കിക്കൊണ്ടുവരല്ല, കർത്താവിന്റെ ലൈഫിലേക്ക് നമ്മൾ ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് മൈ ലൈഫ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്രൈസ്റ്റ്, റാദർ ഇറ്റ്സ് ഹിസ് ലൈഫ് ബൈ ഹിസ് സ്പിരിറ്റ്. അവന്റെ ജീവൻ ആണ്, അവന്റെ വഴികളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവനിൽ വേരൂന്നിയും ആത്മീകവർദ്ധന പ്രാപിച്ചു. ക്രിസ്തുവിൽ വേരൂന്നി അവനിൽ നിന്നാണ് നമ്മൾ ആത്മാവിൽ വർദ്ധിക്കുന്നത്. We need to increase or get mature in the spirit. Okay, so we need to be edified. ആത്മീക വർദ്ധന പ്രാപിക്കേണ്ടത് ക്രിസ്തുവിൽ തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഉപദേശം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കുവേൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്രബോധനമാണ്. കാരണം നമ്മൾ ഒഴുകിപ്പോകരുത്. കാരണം പലതരത്തിലുള്ള ലോകപരമായ ഫിലോസഫീസ്, പ്രത്യേകിച്ച് നമുക്ക് വളരെ അപ്പീലിംഗ് ആയിട്ട് തോന്നുന്ന ഒത്തിരി നമ്മുടെ ചുറ്റും ഉണ്ടാകും.
ആ കാര്യത്തിലൊന്നും നമ്മൾ കുലുങ്ങിയെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, 8-ാം വാക്യം പറയുന്നത്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിക്കും. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിന്റെ ആദികാരങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണം ഉള്ളതല്ല. അപ്പൊ നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ ഫിലോസഫീസും, അതായത് മനുഷ്യന്റെ ബുദ്ധി വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന, ബുദ്ധിക്ക് എഗ്രി ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫിലോസഫീസും മാനുഷികമാണ്. ഒന്നുകൂടെ പറയാം, നമ്മുടെ ബുദ്ധി കൊണ്ട് ഓക്കെ ഫൈൻ എന്ന് തോന്നുന്ന എല്ലാ ഫിലോസഫീസും മാനുഷികമാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് ആത്മാവിനാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് ആത്മാവിന് മാത്രം വെളിപ്പെടുത്തി തരാൻ പറ്റുന്ന മാർമികമായ കാര്യമാണ്. അതുകൊണ്ട് തത്വചിന്തകളാൽ വഞ്ചിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നവരല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു ബി ഡിസീവ്ഡ് ബൈ വേൾഡ്ലി ഫിലോസഫീസ്. ഈ ഫിലോസഫീസ് 2 തരത്തിൽ നമുക്ക് കാണാം. ഒന്ന്, നമ്മുടെ റിലീജിയസ് മൈൻഡിനെ തൃപ്തിപ്പെടുത്തുന്ന ഉപദേശങ്ങൾ. ഓക്കെ, ഫിലോസഫീസിന്റെ 2 എക്സ്ട്രീംസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് വേണമെങ്കിൽ നമുക്ക് പിക്യൂറിയനിസം എന്ന് പറയാം, അല്ലെങ്കിൽ അതിന് എന്താ പറയുന്നത്, ഈ ഇന്ത്യയിലുണ്ടായിരുന്നത് നിർവാഹ ഫിലോസഫി എന്ന് പറഞ്ഞൊരു സംഭവം. അത് ഇന്റലിജൻസ് ബേസ്ഡ് ആണ്. അവർ പറയുന്നത് ഇന്ന് കുടിക്കുക, തിന്നുക, എൻജോയ് ചെയ്യുക, നാളെ നീ ചാവും, എന്തായാലും ചാവും. അപ്പൊ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്ത് ഈ പ്ലഷേഴ്സ് ലഭിക്കാൻ ശ്രമിക്കുക. അതാണ് ഫിലോസഫിയുടെ അടിസ്ഥാനം. അതൊരു എക്സ്ട്രീം ഫിലോസഫിയാണ്. നമ്മൾ ലൈഫ് തന്നെ എൻജോയ്മെന്റിന് വേണ്ടിയാണോ എന്നുള്ളത് ഒരു അക്നോളജ്മെന്റ് ആണ്. സീക്രട്ട് ആയിട്ട് നമ്മളെല്ലാം അങ്ങനെ മിക്കവാറും എല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരുന്നെങ്കിലും ഇതൊരു ഓപ്പൺ അക്നോളജ്മെന്റ് ആണ്. ഒരു വേൾഡ്ലി ഫിലോസഫിയാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ എന്താ പറയുന്നത്, ഈ മതത്തിന്റെ ഫിലോസഫി എന്ന് പറയുന്നത്. അതായത് ചിട്ടവട്ടങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന, നല്ലത് പ്രവർത്തിക്കണം, അങ്ങനെ മോശം കിട്ടുള്ളൂ, ഇങ്ങനെ ഉഴപ്പി നടക്കുന്നില്ല. അപ്പൊ അതിനെതിരെ ഒരു കൗണ്ടർ ഫോഴ്സ് ആയിട്ട് വരുന്ന ഒരു ഫിലോസഫി. ഇതിനിടയിലാണ് ലോകത്തിലുള്ള എല്ലാ തത്വചിന്തകളും ഉള്ളത്. വേരിയിങ് ഡിഗ്രീസ് ഓഫ് പവർ. ഓക്കെ, നമ്മളെ സ്വാധീനിക്കാനുള്ള ശക്തി പലതരത്തിലായിരിക്കും. അപ്പൊ ഈ പലതരത്തിലുള്ള ഫിലോസഫീസ് നമ്മുടെ ചുറ്റുമുണ്ട്. ഏതിനാൽ വേണമെങ്കിലും നമുക്ക് സ്വാധീനിക്കപ്പെടാം. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് പെന്തക്കോസ്റ്റിൽ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ്, 3-4 ആയിരിക്കില്ല, ഒരു 5 വർഷത്തോളം മുമ്പ് ഈ ഒരു എക്സ്ട്രീം ഫിലോസഫി, അതായത് നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, കർത്താവ് നിങ്ങളെ ഓൾറെഡി രക്ഷിച്ചിരിക്കുന്നുണ്ട്, യു ആർ ഫ്രീ ആൻഡ് ലൈസൻസ്ഡ് ടു ഡു വാട്ട് എവർ യു ലൈക്ക്, കാരണം നമ്മുടെ പ്രവൃത്തികളൊന്നും എന്തായാലും പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു എക്സ്ട്രീംലി ഇന്റലിജന്റ് ഫിലോസഫി വരികയും, അതിനെ കൗണ്ടർ ചെയ്ത് നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ നിയമത്തിന് കീഴടങ്ങണം എന്ന് പറയുന്ന വേറൊരു എക്സ്ട്രീം ഫിലോസഫിയും കൂടെ വന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ക്രിസ്ത്യൻ ചർച്ചിനകത്തും ഇങ്ങനെയുള്ള എക്സ്ട്രീം ഫോംസ് വരാറുണ്ട്, പണ്ട് തൊട്ടേ വരാറുണ്ട്. അങ്ങനെയുള്ള ആന്റിനോമിയനിസം അല്ലെങ്കിൽ ലോ എൻഫോഴ്സേഴ്സ്, ഇതെല്ലാം അന്ന് തൊട്ടേ ഉണ്ട്. അപ്പോൾ പൗലോസ് പറയാണ്, ഇതെല്ലാം പ്രത്യേകിച്ചും ഈ കൊളോസി ലേഖനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആന്റിനോമിയൻസ് വരുന്നതിന് മുമ്പ്, അതായത് നിയമങ്ങൾ വേണ്ട എന്ന് പറയുന്നവർ വരുന്നതിന് മുമ്പ് നിയമം വേണമെന്ന് പറയുന്ന ദുരുപദേശമായിരുന്നു കൂടുതൽ. അതായത് മനുഷ്യന്റെ സ്വാതന്ത്ര്യമായിട്ട് എൻജോയ് ചെയ്യാൻ പറയുന്ന തത്വചിന്തയേക്കാൾ മുമ്പ് വന്ന ദുരുപദേശം എന്ന് പറയുന്നത് നിയമം, ന്യായപ്രമാണം അനുസരിക്കണം എന്നുള്ള ആ ഒരു ദുരുപദേശമാണ് ക്രിസ്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ദുരുപദേശവും. അതാണ് ഇന്നും ഏറ്റവും അവസാനത്തെ ദുരുപദേശമായിട്ട് ഇരിക്കുന്നത്. അതായത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലുള്ള നീതീകരണം. ഈ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലുള്ള നീതീകരണം എന്ന് പറയുന്നതാണ് ശരിക്കുമുള്ള ആദ്യത്തെ ദുരുപദേശം. അത് തന്നെ ഇന്നും ഒരു ദുരുപദേശമായി നമ്മുടെ സഭകളിൽ വളരെ ശക്തമായി വേരൂന്നിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അത്ഭുതകരമായിട്ട് തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. കാരണം ഈ ദൈവിക മർമ്മമായ ക്രിസ്തുവിനെ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് പറയാണ്, നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ ഈ തത്വചിന്ത നിങ്ങളെ കവർന്നു കളയും. ഇവിടെ പ്രധാനമായ വാണിംഗ് എന്ന് പറയുന്നത് ഈ ന്യായപ്രമാണവാദികൾക്കെതിരെയാണ്. അതായത് ആന്റിനോമിയൻസ് പിന്നീടാണ് വരുന്നത്. യാക്കോബിന്റെ ഒക്കെ ലേഖനത്തിന്റെ കാലത്തിൽ അങ്ങനെ ആന്റിനോമിയൻസ് വരുന്നത്, അതായത് നിയമങ്ങൾ വേണ്ട എന്ന് പറയുന്നത്. എന്നാൽ ആദ്യത്തെ ദുരുപദേശം എന്ന് പറയുന്നത് ന്യായപ്രമാണം വഴിയുള്ളത്. അതിനെതിരെയാണ് റോമാലേഖനം, ഗലാത്യ ലേഖനം ഒക്കെ എഴുതിയിരിക്കുന്നത്, പൗലോസ് എഴുതിയിരിക്കുന്നത്. അതിനെതിരെയാണ്, ആ ഒരു ദുരുപദേശത്തിനെതിരെയാണ് ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് മനസ്സിലാവില്ല. എന്നാലും ഈ മാർമികമായ നീതിയിലേക്ക് നമ്മളെ നടത്തുന്ന എന്താ പറയുന്നത്, ഈ മാർമികമായ നീതിയിലേക്ക് നമ്മളെ നടത്തുന്ന ആ ഒരു വിശ്വാസത്താലുള്ള നീതി എന്ന റെവലേഷൻ
നമുക്ക് പിടികിട്ടിയില്ലെങ്കിൽ, അത് നമ്മൾ അടിസ്ഥാനമായി വീണില്ലെങ്കിൽ, വി ക്യാൻ ബി ഈസിലി ഡിസീവ്ഡ് ബൈ വേൾഡ്ലി ഫിലോസഫീസ്. ഓക്കെ, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിപ്പിൻ, മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോകാതിരിക്കാൻ സൂക്ഷിപ്പിൻ, നിങ്ങളെ വശീകരിച്ചെടുക്കാതിരിക്കാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിനെ ഒത്തവണ്ണമുള്ളതല്ല. അപ്പോൾ ഒരു ഡൂസ് ആൻഡ് ഡോണ്ട് നിയമങ്ങളിലൂടെ നമുക്ക് ഒരിക്കലും ക്രിസ്തുവിന്റെ മഹിമാധനം അനുഭവിക്കാൻ സാധിക്കില്ല. ജഡീകമായ ഒരു അഭ്യസനത്തിലൂടെ അത് സാധിക്കില്ല. ആത്മാവ് നമുക്ക് പകരുന്ന ജീവനാൽ മാത്രമേ ഈ ക്രിസ്തുവിന്റെ മാർമികമായ നീതിയിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. വിൽ മൂവ് ടു ഡീപ്പർ തിയോളജി. കുറച്ചുകൂടെ ആഴമുള്ള ദൈവശാസ്ത്രത്തിലേക്കാണ് അടുത്ത വാക്യങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത് അടുത്ത ബുധനാഴ്ച നമുക്കത് തുടർന്നും കാണാം എന്ന് പ്രത്യാശിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. വി വിൽ മീറ്റ് അഗെയിൻ നെക്സ്റ്റ് വെനസ്ഡേ. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങളിൽ വസിക്കുവാൻ കരുണ കാണിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ കർത്തൃത്വം ഞങ്ങൾ ആഘോഷിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും അങ്ങ് മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടെ ഞങ്ങളുടെ കർത്താവായി, ഞങ്ങളുടെ ലോർഡായി കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് പരിജ്ഞാനത്തിന്റെ സകല നിധികളും ആത്മാവിൽ തുറന്നു വരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വത്തിനും ഉടയവനായ അങ്ങേ ഞങ്ങൾ വന്ദിക്കുകയും നമസ്കരിക്കുകയും കർത്താവെ, അങ്ങയുടെ ആ രക്ഷയെ ഞങ്ങൾ സന്തോഷത്തോടെ ഓർത്ത് അങ്ങേ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവെ, അവിടെ ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആ വിശ്വാസത്തെ ഉറപ്പിച്ച് ധൈര്യം നൽകി ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.